ഹർഷ, നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയ വിവരമൊക്കെ അറിഞ്ഞിരുന്നല്ലോ അല്ലേ? തിരുവനന്തപുരത്ത് എത്തിയിട്ട് അദ്ദേഹം വൻ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെപ്പോലെ തന്നെ അദ്ദേഹത്തിനും വ്യക്തമായി അറിയുന്നതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത്തവണ BJP അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എന്തൊക്കെ എടുത്തിട്ടുണ്ടോ, ആരൊക്കെ എടുത്തിട്ടുണ്ടോ അവരെ എല്ലാവരെയും ജയിലിൽ അടയ്ക്കുമെന്നുള്ള വലിയ മോഹന വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. അതെ, വളരെ തമാശ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബാലിശമായിട്ടുള്ള ഒരു വാഗ്ദാനമായി എന്ന് പറയേണ്ടി വരും. ഇത്തവണ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ NDA കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം ഈ പറയുന്ന BJPക്കും ഉണ്ട്, LDFനും ഉണ്ട്, UDFനും ഉണ്ട്, സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാഗ്ദാനം എന്നുള്ളത് മറ്റൊരു വശമാണ്. അത് നടന്നിരിക്കട്ടെ. അതിനു മുൻപ് അദ്ദേഹം കൃത്യമായി പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് എത്തി വലിയ രീതിയിൽ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തിയൊരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അല്ലെങ്കിൽ വേദിയിൽ വെച്ച് അദ്ദേഹം പറയുന്നുണ്ട്, LDFും UDFും മാറി മാറി ഭരിച്ച് കേരളം മുടിച്ചു കഴിഞ്ഞു, ഇനി ഞങ്ങൾ വരട്ടെ, BJP വന്ന് അധികാരത്തിൽ വന്ന് BJP കേരളത്തെ വലിയ രീതിയിൽ വളർത്തിക്കൊള്ളാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ കറക്റ്റായിട്ട് LDF അല്ലെങ്കിൽ UDF എന്നതിനപ്പുറത്തേക്ക് BJPയെ കുറിച്ച് ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. പൊതുജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. BJP അത്തരത്തിൽ 2036 ലക്ഷ്യം വെക്കുന്നതും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ BJP നേതാക്കളെല്ലാം പുറത്തു വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം മേയറായ VV രാജേഷുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ചോദിച്ചു 10 സീറ്റുകളിലധികം കേരളത്തിൽ നേടുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ 10 സീറ്റോ, ബാക്കി എവിടെ പോയി? ഇത്തവണ കേരളം ഭരിക്കാൻ പോകുന്നത് BJP ആണ്. ഈ ആത്മവിശ്വാസമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ തന്നെ നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളടക്കം എല്ലാവരും തന്നെ ട്വിറ്ററിലിട്ട പോസ്റ്റുകൾ ഒരു അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ വായിക്കുകയാണെങ്കിൽ തോന്നും കേരളം കാവി പുതച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ മല കടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക, എന്നാലേ നമുക്ക് മല ചവിട്ടിക്കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സൈക്കോളജിയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചെറിയൊരു വിജയത്തിലേക്ക് നയിക്കാനുള്ള ഒരു നോർമൽ പ്രവണത, അതിന്റെയൊക്കെ ഭാഗമാണിത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ എല്ലാവരെയും പിടിക്കുമെന്ന് പറയുമ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ LDFും കുറ്റക്കാരാണ്, UDFും കുറ്റക്കാരാണ്. രണ്ട് മുന്നണികളിൽ നിന്നും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവർ അധികാരത്തിൽ വന്നാൽ LDFനെയും UDFനെയും പൂർണ്ണമായും അങ്ങ് കേരളത്തിൽ നിന്നും തുടച്ചു നീക്കും. പിന്നീട് ഒരിക്കലും LDFും UDFും അധികാരത്തിൽ വരില്ല. BJP മാത്രം എല്ലാ കാലത്തും കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന നാളിൽ ഇത്തരത്തിലൊരു ആഗ്രഹം സാധിക്കുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. എന്തായാലും 10-15 വർഷത്തിനുള്ളിൽ BJP കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയൊന്നും അതിനുശേഷം ഒരുപക്ഷെ എത്താം. കാരണം ഒരിക്കലും BJP കേരളത്തിൽ വരില്ല എന്ന് പ്രതീക്ഷിച്ചെടുത്തു നിന്നും അവർക്ക് വളർച്ചയുണ്ട്. അവർ കൃത്യമായി അവരുടേതായ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭ പിടിക്കുമെന്നോ അല്ലെങ്കിൽ കേരളം പിടിക്കുമെന്നോ ഉള്ള ആഗ്രഹം അത് കുറച്ച് അത്യാഗ്രഹം അല്ലെങ്കിൽ കുറച്ച് കടന്ന ഒരു ആഗ്രഹമായി പോയി എന്ന് പറയേണ്ടി വരും. ഇവിടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അലയടിക്കുന്ന ഒരു വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അത് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന പോലെ നരേന്ദ്രമോദി പറയുകയാണ് BJP അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഈ സ്വർണം കട്ട എല്ലാവരും ഉള്ളിൽ പോകുമെന്ന് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KK ശൈലജ ടീച്ചർ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആര് തന്നെ ആയാലും ജയിലിൽ കയറ്റിയത് ഞങ്ങളാണ് എന്നാണ്. പക്ഷെ ഇതിലെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതിൽ ഈ പറയുന്ന പോലെ ഒപ്പിടുന്ന കുറച്ചു മുന്നേ ഞാൻ രോഹിതേണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഈ ജയിൽ വകുപ്പ് സർക്കാരിന്റെ കീഴിലായതുകൊണ്ട് ഒപ്പിടാൻ അവർക്ക് ഒപ്പിട്ടല്ലേ പറ്റുള്ളൂ, കൊണ്ടു നിർത്തിയാൽ ഒപ്പിട്ട് കയറ്റിയേ പറ്റുള്ളൂ, അത്രേ ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ BJP അധികാരത്തിൽ വന്നാൽ പോലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ശരി, BJP കേന്ദ്രത്തിൽ അധികാരമുള്ള ഒരു പാർട്ടിയാണല്ലോ, ED അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതിൽ വ്യക്തമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തട്ടെ. ഇതിൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, മുരാരി ബാബുവിന് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് 90 ദിവസം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ അടുത്തൊരു 30 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു സ്വാധീനം അദ്ദേഹം ചെലുത്തട്ടെ. അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ജയിലിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഇവർ പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കൊള്ളാൻ സാധിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ഈ തദ്ദേശ
തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന്റെ ഒരു തരംഗമുണ്ടായി, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് മാറിയതിന് പ്രധാന കാരണവും ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വന്നെങ്കിലും അത് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാം എന്നുള്ള ഒരു മോഹം LDF-നും BJP-ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിന് മുകളിൽ, തൊട്ട് മുകളിൽ ഈ പറയുന്ന ശബരിമല വിഷയം നിൽക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചത് അതിലേക്കാണ്. അത് LDF-ന് വലിയ തിരിച്ചടി സമ്മാനിക്കുകയും അത് UDF-ന് ഗുണമായി മാറുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെയും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തിരിക്കുന്നത്. അവർ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കേരളത്തിൽ എല്ലായിടത്തും അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹത്തെക്കാൾ ഉപരി ഇവർ കൃത്യമായി ഓരോ ഇടങ്ങളും ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. നമ്മൾ പറയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 20 എന്നുള്ളത് 16% കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആ 4% കോൺഗ്രസിൽ പോയി എന്ന് പറയുമ്പോഴും ആ ഉള്ള 16%-ൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം, അതായത് തലസ്ഥാന നഗരം അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ ഒരു നഗരം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയായിരിക്കും. കേരളം പിടിക്കുമെന്ന് പറഞ്ഞാൽ പോലും പൂർണ്ണമായും കേരളം പിടിച്ചില്ലെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്ന ചിലയിടങ്ങൾ അവർ അവിടെ കൃത്യമായി ഒരു മുന്നേറ്റം കാണിക്കുക തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ശബരിമലയിൽ കയറി BJP-ക്കാർക്ക് സ്വർണം കക്കാൻ കഴിയാത്തത് അവർക്ക് അധികാരമില്ലാത്തതുകൊണ്ടായിരുന്നു. അതെ, തീർച്ചയായും. ഇപ്പോൾ തന്ത്രി അറസ്റ്റിലാകുന്നവരെ ഇവരെല്ലാം വലിയ ഉന്മാദത്തിലും ആവേശത്തിലുമായിരുന്നു. പക്ഷെ അതിനുശേഷം രാഹുൽ ഈശ്വർക്ക് ഭയങ്കര തന്ത്രിയെ സേവ് ചെയ്യുന്ന ഒരു തത്രപ്പാടിലേക്ക് കയറി. ഇപ്പോൾ BJP അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ആ ഒരു വലിയൊരു ട്രെൻഡ് മാറിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ അന്വേഷണം എവിടെ എത്തി, എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാസ്തവം. ഇനി കുറെ കിംവദന്തികൾ വരുന്നു, കുറെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാകുന്നു, അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ടൈമിൽ മോദി വന്നിട്ട് ഇതിനെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് കൃത്യമായി പുറത്തു കൊണ്ടുവരുമെന്ന്. നമ്മളിതൊരു തമാശയാക്കി പറഞ്ഞാലും ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന മനുഷ്യർ ഉറപ്പായും ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അധികാരത്തിലേറാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും വോട്ട് രാഷ്ട്രീയമുണ്ടല്ലോ, വോട്ട് മാറുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ വലുതാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ മേഘ പറഞ്ഞതുപോലെ തന്നെ ഈ ഇപ്പോൾ തന്ത്രിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് ഈ പറയുന്ന അന്വേഷണം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സംശയത്തിന്റെ നിഴലുകൾ ഈ പറയുന്ന കോൺഗ്രസിലേക്കും നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും അന്വേഷിച്ചു പോയാൽ കോൺഗ്രസും പെടുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന പ്രതിഷേധം തണുത്ത നിലയിലേക്ക് പോകുന്നത് എന്ന് പൊതുജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞു. അപ്പോൾ കൃത്യമായി ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദി ജനങ്ങളുടെ മനസ്സിലേക്കുള്ള സംശയത്തെ ഊട്ടിയുറപ്പിക്കുന്ന നിലയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ യഥാർത്ഥ കള്ളന്മാരെ പിടിച്ചു കയ്യിൽ തരാമെന്ന് പറയുമ്പോൾ ജനങ്ങളിൽ എല്ലാവരും അല്ലെങ്കിലും ചിലരെങ്കിലും അതിനെ വിശ്വസിച്ച് ഒരുപക്ഷെ BJP അധികാരത്തിൽ വന്നാൽ LDF-ന്റെയും UDF-ന്റെയും ഈ മാറിയുള്ള ഭരണത്തിൽ നിന്നൊരു വ്യത്യസ്തമായ ഭരണം, കേരളം ഇത്രയും നാൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെയോ കാണാൻ സാധിക്കും. ഒരുപക്ഷെ കള്ളങ്ങൾ ഇല്ലാതെയാക്കാം. ജനങ്ങൾ പാവങ്ങളാണ്. യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾ മണ്ടന്മാരാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. രാഷ്ട്രീയക്കാർ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഗ്ദാനങ്ങൾ നൽകി കണ്ണിൽ പൊടിയിട്ട് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം നിറയ്ക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ BJP-ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ BJP-ക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്ന ചിലരുടെയെങ്കിലും വോട്ടുകൾ ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന പ്രസംഗത്തിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പാകത്തിനുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയൊരു കുലുക്കം തന്നെ സംഭവിക്കാൻ പാകത്തിനുള്ള എല്ലാം പഠിച്ച് എല്ലാം കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വികസനം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് BJP വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ നമുക്ക് അവിടെ തെറ്റ് പറയാൻ സാധിക്കില്ല.